കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിനെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പ്രമേയം. കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഷെറിനെ ഉൾപ്പെടെ CPIM തള്ളിപ്പറഞ്ഞിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, രക്തസാക്ഷി പ്രമേയത്തിൽ ഷെറിനെ പറ്റിയുള്ള വിശദീകരണ ഭാഗം എങ്ങനെയാണ്? നേരത്തെ ഷെറിൻ ഞങ്ങളുടെ പ്രവർത്തകനല്ല എന്ന് CPM കേന്ദ്ര ജില്ലാ നേതൃത്വമൊക്കെ പറഞ്ഞതാണ്. എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറഞ്ഞതാണ്. അങ്ങനെ തള്ളിപ്പറഞ്ഞ ഒരാൾ പാർട്ടിയുടെ രക്തസാക്ഷിയാവുന്നതിൽ ഡിവൈഎഫ്ഐയും CPM ഒക്കെ പറയുന്നത് എന്താണ് അരുൺ? കാശ്മീർ ആ സ്ഫോടനമുണ്ടായ ഘട്ടത്തിൽ CPIM നേതൃത്വം ആ സംഭവത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ ഷെറിൻ പാർട്ടിയുടെ ഭാഗമല്ല, അതിൽ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്നായിരുന്നു ആ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ അന്ന് വിശദീകരിച്ചത്. പിന്നീട് പ്രാദേശിക നേതാക്കളൊക്കെ ഈ ഷെറിന്റെ വീട്ടിൽ സന്ദർശിക്കുന്നതൊക്കെ അന്ന് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അന്ന് അത് വിവാദമാവുകയും ചെയ്തതാണ്. പക്ഷേ ആ ഘട്ടത്തിലും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ ഉൾപ്പെടെ അതിൽ പങ്കില്ല, പാർട്ടിയുടെ അറിവോടെയല്ല അതൊന്നും നടന്നത് എന്നതായിരുന്നു വിശദീകരിച്ചത്. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനം നടന്നിരുന്നു. ആ മേഖലാ സമ്മേളനത്തിൽ ഈ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. അതായത് പാർട്ടിയും സംഘടനയൊക്കെ അംഗീകരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്നതാണ് ഈ രക്തസാക്ഷി പ്രമേയം. അതിലാണ് ഈ ഷെറിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയത്. ഷെറിന്റെ ഈ രക്തസാക്ഷിത്വത്തിൽ ഓർമ്മ പുതുക്കൊണ്ട് അതിൽ പ്രമേയത്തിൽ ആ പരാമർശം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും CPIM നേതൃത്വമോ ഡിവൈഎഫ്ഐ നേതൃത്വമോ ഇതിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ നേരത്തെ പാർട്ടി തള്ളിപ്പറഞ്ഞ ഷെറിനെയും ഉൾപ്പെടെ ഈ സംഭവത്തെ ആകെ തള്ളിപ്പറഞ്ഞതാണ്. അതിലാണ് ഇപ്പോൾ ഷെറിനെ രക്തസാക്ഷിയായി ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷൈജു സുബീഷ് ചെറ്റക്കണ്ടിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരാണ്. അവർക്ക് രക്തസാക്ഷി സ്മാരകം കഴിഞ്ഞ വർഷം CPM പണിഞ്ഞതാണ്. അപ്പോൾ ഇത് അവിടെയുള്ള പാർട്ടിക്ക് ഒരു പുതിയ കാര്യമല്ല അരുൺ. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ, അതായത് ഇത്തരം സ്ഫോടനങ്ങളും സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ CPM നേതൃത്വം അതിനെ തള്ളിപ്പറയുകയും പിന്നീട് പ്രാദേശിക വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം രക്തസാക്ഷി സ്തൂപങ്ങളും അതിനെ പിന്നീട് പാർട്ടി അത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതും പാനൂരിൽ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതും സ്വാഭാവികമായും ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു ഷെറിൻ എന്നത് ആ ഘട്ടത്തിൽ തന്നെ അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. CPIM വളണ്ടിയർ ആയിട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ പ്രാദേശികമായും അവിടെയുള്ള ഈ സഖാക്കളുടെയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ് ഷെറിൻ. അപ്പോൾ ഷെറിന്റെ രക്തസാക്ഷിത്വം എന്ന രീതിയിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രമേയത്തിൽ അവതരിപ്പിച്ചതിൽ മറ്റ് വലിയ അത്ഭുതം ഉണ്ടാവില്ല. CPM ഇതിനു മുമ്പും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാർട്ടി അന്ന് ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ ഷെറിനെ രക്തസാക്ഷിയായിട്ട് തന്നെയാണ് സംഘടനയും പാർട്ടിയും ഒക്കെ ഇപ്പോൾ അവതരിപ്പിച്ചു പോകുന്നു. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഷെറിൻ മരിച്ചപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ വീട്ടിൽ പോവുകയും അത് ചോദിച്ചപ്പോൾ അത് മരണ വീട്ടിൽ പോകുന്നതിന് എന്തിനാണ് വിവാദം എന്നൊക്കെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടായി. എന്തായാലും ഡിവൈഎഫ്ഐയുടെ രക്തസാക്ഷി പ്രമേയത്തിൽ ഷെറിന്റെ പേര് കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.